പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ രാജ്യം, ഹല്ലേലൂയ, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും അത്രേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവവചനം പ്രകാരം പറയുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അവിടെ 13 മുതൽ നമുക്ക് താഴോട്ട് വായിക്കാം. 22 വരെ നമുക്ക് ധ്യാനിക്കാം. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശം ആക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നതെന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കൊണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ആകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. പ്രിയമുള്ളവരെ, ആണ് വായിക്കുന്നത്. ആ സമ്പത്തുള്ളവൻ മുഴുവനുമായും അവൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കുവാനും കഴിയാതെ വണ്ണം അവൻ ദൈവത്തിന് പുറത്തായിരുന്നു. അവൻ സകല ഈ ലോകത്തിലെ സമ്പത്തിൽ അവൻ ആശ്രയിച്ചു. സമ്പത്ത് ദൈവം കൊടുത്തതാണ് എന്ന് ചിന്തിക്കാതെ ദൈവത്തിന് വേണ്ടി മുഴുവനായും തന്നെ വിളിച്ച ആ ദൈവത്തിൻ്റെ മുൻപിൽ വന്നപ്പോൾ അവൻ പൂർണ്ണമായും കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തില്ല. ദൈവമക്കളാകുവാൻ ദൈവം നമുക്ക് അധികാരം തന്നു. ഒരു ബൈബിൾ വചനം പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12 പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. യേശുവെ എന്ന് വിളിക്കുവാനുള്ളൊരു പ്രാഗൽഭ്യം ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ. യേശു നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു. യേശുവിൻ്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധരാക്കി. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം പ്രകാരം പറയുന്നു, 10:9 വാക്യം പ്രകാരം പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവം, ജീവനുള്ള ദൈവം തൻ്റെ പുത്രനെ നമുക്കായി തന്നു. ഹല്ലേലൂയ. വചനം എഴുതിയിരിക്കുന്നു, തന്നെ യേശു എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഹൃദയത്തിൽ നാം വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ ഞാൻ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം ദൈവമക്കളായി തീരുന്നു. നാം കർത്താവിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവ് നമ്മെ രക്ഷയ്ക്കായി വിളിച്ചിരിക്കുന്നു.
ആ രക്ഷയുടെ സന്തോഷം, ആ നിത്യജീവനെ ദൈവം നമുക്ക് പകർന്നു തന്നു. ഹല്ലേലൂയ. ആ നിത്യജീവനിലേക്ക് ഒഴുകുന്ന ആ മാർഗത്തിലേക്ക് ദൈവം നമ്മെ വഴി നടത്തുവാനിടയാൽ കർത്താവിന് വേണ്ടി മുഴുവനുമായും യേശുവിൻ്റെ ജീവൻ നമുക്ക് മുഴുവനുമായും ദൈവം നമുക്ക് തൻ്റെ ജീവനെ തന്നു. നാം മുഴുവനുമായും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ പൂർണ്ണമായും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ താഴ്ത്തി കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ ആ ആത്മാവിൻ്റെ ജീവൻ, ആത്മരക്ഷ നമ്മുടെ മേൽ പകരുവാനിടയാകും. നിത്യജീവനെ നമ്മുടെ മേൽ പകരുവാനിടയാകും. നിത്യജീവൻ പ്രാപിപ്പാൻ ഹല്ലേലൂയ മനസ്സുള്ളവരായി ഹല്ലേലൂയ നമ്മുടെ നിക്ഷേപം ഇരിക്കേണ്ടടുത്ത് നമ്മുടെ ഹൃദയം വരിക. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് നമ്മൾ ഹൃദയം കൊടുത്ത് സ്ഥാനം കൊടുത്തിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കർത്തൃത്വം മുഴുവനും യേശു ഏറ്റെടുക്കുവാനിടയാകും. കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ സ്നേഹം, ജീവൻ നമുക്ക് നൽകുവാനിടയാകും. കർത്താവിൻ്റെ രാജ്യത്തിലെത്തുവാനും തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ പ്രാഗൽഭ്യത്തോടെ നമ്മെ അതുവരെ എത്തുന്നതുവരെയും നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം എത്തിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടെ നമുക്ക് മുൻപായി നടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. ചേർക്കുക. കർത്താവിൽ വിശ്വസിച്ച കർത്താവിൽ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ ശബ്ദം, ആ കർത്താവിൻ്റെ വചനം നാം കാത്തിരിക്കുമ്പോൾ, കർത്താവിൻ്റെ വരവെങ്കിൽ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ ഞാൻ വീണ്ടും വരും എന്ന് അരുളി ചെയ്തതുപോലെ കർത്താവ് വേഗം വരിക തന്നെ ചെയ്യും. അതിൽ നമുക്ക് വിശ്വാസം ഉള്ളവരായി തന്നെ, പ്രത്യാശയുള്ളവരായി കർത്താവ് നമ്മെ തീർക്കുവാനിടയാകും. ഹല്ലേലൂയ. ദൈവം നമ്മെ അതിനുള്ള പ്രാഗൽഭ്യം നമുക്ക് തരട്ടെ. ഈ ലോകത്തിൽ ഭാഗ്യമെന്ന് പറയുവാൻ ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. ഈ ലോകത്തിൽ നമുക്ക് ഭാഗ്യമെന്ന് പറയുവാൻ ഹല്ലേലൂയ ദൈവത്തെ നാം അറിഞ്ഞത് തന്നെ ഭാഗ്യമാകുന്നു. തന്നിൽ വിശ്വസിക്കുന്നവരെ ഹല്ലേലൂയ തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നത് തന്നെ ഭാഗ്യമാകുന്നു. കർത്താവിൻ്റെ തന്നെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ദൈവം നമ്മെ ഹല്ലേലൂയ വീണ്ടെടുത്തു എൻ്റെ നിത്യജീവനെ നമുക്കായി തന്നു. ദൈവമക്കളാകുവാനാണ് നമുക്ക് അധികാരം തന്നു. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രകാരം 4:6 പറയുന്നത് അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഭാഗ്യവാൻ എന്ന് പറയുവാൻ ഹല്ലേലൂയ ദൈവത്തെ നമുക്ക് തന്നു എന്നുള്ളതാണ്. ദൈവത്തെ നമ്മൾ യേശുവിനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനാണ് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. കർത്തൃത്വം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ കർത്താവെ യേശുവെ ഞാൻ എൻ്റെ കർത്താവിന് എൻ്റെ ഹല്ലേലൂയ ജീവിതം മുഴുവനായി തരുന്ന കർത്താവെ ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. യേശു നമുക്കായി ജീവനെ തന്നു. ആ കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ദൈവം മതിയായ ദൈവം തന്നെയാകുന്നു. ഹല്ലേലൂയ. ആര് സ്വർഗത്തിൽ പോകുമെന്നുള്ള ചോദ്യത്തിന് കർത്താവ് പറഞ്ഞ അവസാനത്തോളം നാം ഉറച്ചു നിൽക്കുമ്പോൾ കർത്താവിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവരെ ചേർക്കുവാനാകുന്നു എന്ന് ദൈവവചനം പറയുന്നു. അവസാനത്തോളം കർത്താവ് നമ്മെ ഉറപ്പിക്കുമെന്ന് ഹല്ലേലൂയ ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. വചനത്തിൽ വിശ്വസിക്കുന്നവരെ കർത്താവ് ഹല്ലേലൂയ വചനപ്രകാരം ദൈവസന്നിധിയിലെത്തുന്നത് വരെയും കർത്താവ് ദൈവം നമ്മെ സൂക്ഷിക്കും, നമുക്കായി കരുതും. അതാത് സമയത്ത് കർത്താവ് നാം അവിശ്വാസിയാകുമ്പോൾ, നാം ചഞ്ചലിച്ച് പോകുമ്പോൾ കർത്താവിൻ്റെ വചനം തന്ന് നമ്മെ നിലനിർത്തും. ദൈവം വീണ്ടും വീണ്ടും കർത്താവ് നമ്മെ സ്നേഹിച്ച് നമ്മെ അണച്ചുകൊള്ളും. ഹല്ലേലൂയ. ദൈവം നല്ലവനാകുന്നു നിശ്ചയം. ഹല്ലേലൂയ. ദൈവം നമ്മെ അതിനായി എല്ലാവരെയും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാവരെയും നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ദൈവം അത്ഭുതകരമായി ദൈവം വഴി നടത്തുക തന്നെ ചെയ്യും. ഇതുവരെയും വഴി നടത്തിയ ദൈവം ഇനിയും വഴി നടത്തുവാൻ ശക്തനായിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി